ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവൽപദം. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യം നമഃ. മഹാഗണപതയേ ശരണം. സംസരസ്വതീ നമഃ. മൂലാംഭോരുഹമധ്യകോണവിലസൽബന്ധൂകരാഗോജ്വലാം ജ്വാലാജാലജിതേന്ദുകാന്തിലഹരിം ആനന്ദസന്തായിനിം ഹേലാലാളിതനാലകുന്തലധരാം നീലോത്തരീയാം ശുകാം കൊല്ലൂരദ്രിനിവാസിനിം ഭഗവതിം ധ്യായാമി മൂകാംബികാം. പിഞ്ചാവതം സമദസീ കുസുമാവഭാസം പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരിപങ്കജഗദാധരം ആത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്കാർക്കും നിയന്ത്രിക്കാൻ സാധിക്കാതെ, എന്നാൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളെയും പോരാ, പ്രപഞ്ചത്തെ തന്നെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു കാലം എന്ന മഹാശക്തി. ജനിച്ചുവോ അല്ല, ജനിക്കണം എന്ന തീരുമാനമെടുത്ത നിമിഷം കാലം അഥവാ സമയം നമ്മളെ പിടികൂടി. മരിക്കുന്ന നിമിഷം വരെ നമ്മളുടെ ജീവിതം ഈ സമയചക്രത്തിൻ്റെ ഉള്ളിലാണ്. എത്ര നിസ്സാരമാണ് വാച്ചിലുള്ള ആ സെക്കൻഡ് സൂചി അല്ലേ? ഈ വാച്ച് റിപ്പയർ ചെയ്യുന്ന കടയിൽ പോയാൽ അവരിവിടെ ഒരു ലെൻസ് വെച്ചിട്ട് ആ പൊടി പോലെയുള്ള സൂചി ഘടിപ്പിക്കുക. പക്ഷേ അത്ര നിസ്സാരമാണോ? അല്ല. ഈ ചെറിയ ചെറിയ സെക്കൻഡുകളാണ് മിനിറ്റുകളായും മണിക്കൂറുകളായും ദിവസങ്ങളായും ആഴ്ചകളായും മാസങ്ങളായും അയനങ്ങളായും വർഷങ്ങളായും നമ്മളുടെ ജീവിതത്തെ ഭംഗിയായിട്ട് നിയന്ത്രിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ കാലം അതിനെ ജയിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അപ്പോൾ കാലം നമുക്ക് അനുകൂലമായി വരുമ്പോഴാണ് നമ്മളൊക്കെ നല്ല കാലം വന്നു എന്ന് പറയാം. നല്ല കാലം എന്താ? നല്ല കാലം ജീവിതത്തിൽ സർവ്വവിധത്തിലും മനസ്സിന് ആശ്വാസവും ആനന്ദവും ലഭിക്കുന്ന നിമിഷമാണ് നല്ല കാലം എന്നുണ്ടെങ്കിൽ, ഭാഗവതത്തിന് മുൻപിലേക്ക്, ഭഗവാന്റെ മുൻപിലേക്ക് എത്തുന്ന നിമിഷം വരെ നമുക്ക് ജോലി കിട്ടിയാൽ നല്ല കാലം, കല്യാണം കഴിച്ചാൽ നല്ല കാലം, കുട്ടിയുണ്ടായാൽ നല്ല കാലം, വീട് പണി അങ്ങ് കഴിഞ്ഞാൽ നല്ല കാലം എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഭാഗവതത്തിന് മുൻപിലേക്കെത്തി ഭഗവത് കഥകളുടെ ആ മാധുര്യം, വാസുദേവ കഥാരുചി നമ്മുടെ ഹൃദയം അങ്ങ് അറിയാൻ തുടങ്ങിയാൽ അപ്പം നമുക്ക് തോന്നണം ഇവിടെ ഇരുന്ന് ഭഗവാന്റെ കഥ ഇങ്ങനെ പാടാനും ഭഗവാന്റെ കഥകളിങ്ങനെ കേൾക്കാൻ പറ്റുന്നതുമായ ഈ നിമിഷമാണ് നല്ല കാലം. അപ്പോൾ അത്തരത്തിൽ കാലത്തെ നമുക്ക് അനുകൂലമാക്കി തിരിക്കാൻ, കാലത്തെ നമുക്ക് അനുകൂലമാക്കി തരാൻ ആർക്കേ സാധിക്കുള്ളൂ? കാലത്തിനകത്തുള്ള ഒരാൾക്ക് സാധിക്കില്ല. കാലത്തെ നിയന്ത്രിക്കാൻ കാലത്തിന് പുറത്തു നിൽക്കുന്ന ഒരാൾക്കേ സാധിക്കുള്ളൂ. ദേശകാലാവധിഭ്യാം നിർമുക്തം. അങ്ങനെ കാലത്തെ നമുക്ക് അനുകൂലമാക്കി തരാൻ കാലസ്വരൂപനായ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് അഷ്ടമസ്കന്ധത്തിൽ. എന്തിനു വേണ്ടിയിട്ട്? കാലം നമുക്ക് അനുകൂലമാകണം. അപ്പോഴാണ് നവമസ്കന്ധവും കഴിഞ്ഞ് അഥ സർവഗുണോപേത കാല പരമശോഭന, കൃഷ്ണാവതാരം എന്ന പൂർണ്ണ പുണ്യാവതാരത്തിന് മുൻപിലേക്ക് നമുക്കെത്താൻ സാധിക്കുക. ആ ഒരു കാലത്തെ നിയന്ത്രിക്കാൻ ഭഗവാൻ ഏൽപ്പിച്ചതായ ഭക്തന്മാർ മനുക്കൾ
ഓരോ മന്വന്തരത്തിലും മനുവിൻ്റെ പ്രാർത്ഥന കേട്ട് കാലത്തിൻ്റെ കേട് തീർക്കാൻ, കാലക്കേടുകളെ തീർക്കാൻ ഭഗവാൻ സ്വീകരിക്കുന്ന അവതാര ലീലകളാണ് അഷ്ടമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്. അപ്പം എന്തിനാ ഇങ്ങനൊരു രംഗം ഭാഗവതത്തിൽ എന്നാണെങ്കിൽ, കാലാധിപന്മാരായ മനുവിന് പോലും കാലക്കേടുകളെ തീർത്തു കൊടുക്കുന്നത് ഭഗവാനാണെങ്കിൽ, ആ കാലത്തിൻ്റെ അടിമകളായ ഇത് ഞാൻ പൈസ കൊടുത്തു വാങ്ങിയ എൻ്റെ വാച്ചാ, എനിക്കിഷ്ടമുള്ള സമയം വയ്ക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വാച്ചിൽ സമയം തിരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇനി എത്ര വലിയ പണമുണ്ടായാലും പദവിയുണ്ടായാലും എത്ര വലിയ അധികാരമുണ്ടായാലും അയാൾക്ക് കാലം, സമയം അതിനെ മറികടക്കാൻ വല്ല വഴിയുണ്ടോ? നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ലേ? 2 മാസം മുമ്പ് എല്ലാവരും ആഘോഷിച്ച് ചർച്ച ചെയ്തു അംബാനിയുടെ മകൻ്റെ കല്യാണം. എന്താ? അപ്പോഴാണ് ഞാൻ വായിച്ചത്, അയാളുടെ വാച്ചിന് 4.5 കോടി രൂപയാത്രേ, വജ്രവും ഒക്കെ വെച്ചിട്ട്. അതിഗംഭീരം വാച്ച്, 4.5 കോടി രൂപയുടെ വാച്ച്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? അതിലും 10.5 തന്നെയാ സമയം അല്ലേ? അയാളുടെ 4.5 കോടിയുടെ വാച്ചിലും നമ്മുടെ 410 രൂപയുടെ വാച്ചിലും സമയം 10.5 തന്നെയാണ്. അല്ലാണ്ട് എൻ്റെത് 4.5 കോടിയുടേത്, അതുകൊണ്ട് തോന്നുന്ന സമയം വയ്ക്കാൻ പറ്റുമോ? അതൊന്നുമില്ല. അപ്പോൾ കാലം, അതിനെ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നിരിക്കെ, കാലാധിപന്മാരായ മനുവിൻ്റെ കാലക്കേടുകളെ പോലും ചക്രപാണിയായ ഭഗവാൻ തീർത്തു കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ, കാലത്തിൻ്റെ അടിമകളായ നമുക്കും കാലം അനുകൂലമാക്കി തരാൻ ഭഗവാന്റെ പാദാരവിന്ദം തന്നെയാണ് ആശ്രയം എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ അഷ്ടമസ്കന്ധത്തിൻ്റെ ഉദ്ദേശം. അതിൽ ഗജേന്ദ്ര ചരിതത്തെ നമ്മളിവിടെ ഭംഗിയായിട്ട് ശ്രവിച്ചു. ഗജേന്ദ്രൻ്റെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും ഒന്ന് തട്ടിച്ചു നോക്കാൻ വേണ്ടിയിട്ടാവാം ഇങ്ങനെ ഒരു കഥ ഭാഗവതത്തിൽ വെച്ചത്. ഗജേന്ദ്രന് 4 കാലുണ്ടായിരുന്നു. അതിൽ ഒരു കാലിൽ ഒരു മുതലയെ പിടിച്ചിട്ടുള്ളൂ. ഇതെന്തിനാ നമ്മളോട് പറയണതെന്ന് വെച്ചാൽ, ഗജേന്ദ്രൻ ഒരു കാലിൽ ഒരു മുതലയെ പിടിച്ചിട്ടുള്ളൂ. നമ്മുടെ കാലിൽ എത്ര തരം മുതലകളായിപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഗജേന്ദ്രൻ ഒരു സരസ്സിലേ പെട്ടിട്ടുള്ളൂ, നമ്മളോ സംസാരസാഗരേ മഗ്നം, പെരുങ്കടലിൻ്റെ നടുവിലാണ്. അപ്പോൾ ഗജേന്ദ്രൻ്റെ ഭക്തിയേക്കാൾ, അല്ലെങ്കിൽ ഗജേന്ദ്രൻ സ്തുതിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മൾ സ്തുതിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഗജേന്ദ്രമോക്ഷം. തുടർന്ന് മറ്റുള്ള മന്വന്തര ലീലകളെ പറയുമ്പോഴാണ് ഹരിസ്മൃതി സർവവിപദ്വിമോക്ഷണം. ഇന്ദ്രാദി ദേവന്മാർക്ക് വന്ന മറ്റൊരു കാലക്കേട്, ദുർവാസാവിൻ്റെ ശാപം നിമിത്തം അനുഭവിച്ചതായ ആ വിഷമങ്ങളെല്ലാം തീർത്ത് പാൽക്കടലിൽ നിന്നും അമൃതിനെ നേടിക്കൊടുക്കാൻ ദേവന്മാരോടൊപ്പം നിന്നതായ ഭഗവാന്റെ കാരുണ്യലീല ഹരിസ്മൃതി അല്ലേ? ഈ ദേവേന്ദ്രൻ്റെ ഭാഗവതത്തിലെ ചില സ്വഭാവമൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും നമ്മൾ കുറച്ച് ഭേദമാണോ എന്ന് തോന്നും. കാരണം എന്താ? കുനിഷ്ട്, കുശുമ്പ്, അസൂയ, പരദൂഷണം സകലത്തും ഈ ദേവേന്ദ്രനുണ്ട്. ഇത്രയൊക്കെ കുറവുകൾ ദേവേന്ദ്രനുണ്ടായിട്ടും ദേവേന്ദ്രനും പോലും അറിയാതെ തൻ്റെ കാരുണ്യച്ചിറകിൽ ഭഗവാൻ ദേവന്മാരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുക. എന്തപകടം പറ്റിയാലും ഭഗവാൻ ഓടി വന്ന് ദേവന്മാരെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പരീക്ഷിത്ത് തന്നെ സപ്തമസ്കന്ധത്തിൽ ചോദിക്കുന്നുണ്ട്, ഈ ഭഗവാൻ എന്തിനായി ഇന്ദ്രൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കാൻ പോണത്? ഗുരുനാഥൻ്റെ തലവെട്ടിയിട്ടും ഗുരുനാഥൻ്റെ നട്ടെല്ലൂരിയിട്ടും ഗുരുനാഥനെ അപമാനിച്ചിട്ടും ഗുരുവായൂരപ്പൻ എന്തിനായി ഈ ദേവേന്ദ്രനുടെ അടുത്തുനിന്ന് വിട്ടുമാറാണ്ട് നിൽക്കുന്നത് എന്നാണെങ്കിൽ, ഒരു ഗുണം അസ്തിഹ്യേകോ മഹാൻ ഗുണ. ദേവേന്ദ്രന് ദോഷം കുറയുണ്ടെങ്കിലും ഒരു ഗുണമുണ്ട്. എന്താ ഗുണം എന്നറിയോ? എന്തപകടം ചെയ്താലും ഭഗവാന്റെ മുമ്പിൽ വന്ന് ഒരു നാണവുമില്ലാണ്ട് എന്നെ രക്ഷിക്കണമെന്ന് പറയാൻ ദേവേന്ദ്രനൊരു മടിയുമില്ല. എന്നാൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തു എന്നെ വിചാരിക്കുക.
ഒരു തെറ്റ് ചെയ്തു, അത് സമ്മതിക്കില്ല, അത് വേറൊരു കാര്യം. അഥവാ തെറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കും, ഭഗവാനെ ഞാനിങ്ങനൊരു തെറ്റ് ചെയ്തു പോയി, ഇനി ഇങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന് പറയും. എന്നിട്ട് എന്തൊരു ഉഷാറാ, ചെയ്യും അല്ലേ? ഇതന്നെയാ ദേവേന്ദ്രനും പറയണത്. എത്ര തവണ അടി കിട്ടണുണ്ടെന്നറിയോ? ദശമസ്കന്ധത്തിൽ ഗോവർദ്ധന യാഗരംഗത്തിൽ ഭഗവാന്റെ പാദത്തിൽ വന്ന് നമസ്കരിച്ച ദേവേന്ദ്രൻ പറയുക, ഭഗവാനെ ഞാൻ ഇനിയും ചിലപ്പോൾ അങ്ങയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചു എന്ന് വരാം. പിതാഗുരുസ്ത്വം ജഗദാമധീശോ, അങ്ങയെ ഞാൻ എപ്പോഴൊക്കെ മറന്ന് അഹങ്കരിക്കുമോ അപ്പോഴൊക്കെ എനിക്ക് അടി തന്നോളൂ. എന്തിനു വേണ്ടിയിട്ട്? നീ മാത്രമാണ് എനിക്കൊരു ബന്ധു കൃഷ്ണ എന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ദേവേന്ദ്രാദികൾക്ക് ദുർവാസാവിൻ്റെ ശാപം മൂലം വന്നതായ ജരാനര, അതിൽ നിന്ന് രക്ഷ നേടാൻ എന്തു വേണം? ബ്രഹ്മാവിനെ ചെന്ന് സംശയം ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഒരു വഴിയുണ്ട്. ബ്രഹ്മാവിൻ്റെ ഒരു ഗുണം എന്താ അറിയോ? ആർക്ക് പ്രശ്നമുണ്ടെങ്കിലും പോണത് ഈ ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ്. കാരണം അയാൾക്ക് 4 തലയുണ്ടല്ലോ. ഈ 4 തലയിലും കൂടി ബ്രഹ്മാവിന് തോന്നുന്ന ഒരു ഐഡിയുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയാൽ മതി. അപ്പോൾ ബ്രഹ്മാവ് പറയും, ഒരു വഴിയുണ്ട്. എന്താ വഴി? ഭഗവാനോട് പറയുക. ആകെ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കാൻ അറിയണ ഒരു വഴി ഭഗവാനെ ആശ്രയിക്കല. അവിക്രിയം, അതിഗംഭീരമായിട്ട് പ്രസീതതാം നസ്സ മഹാവിഭൂതി, സർവചരാചരങ്ങളിലും വിഭൂതിയായിട്ട് ചൈതന്യമായി കുടികൊള്ളുന്ന ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ എന്ന് ഇന്ദ്രാദികൾക്ക് വേണ്ടി ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അവിടെ അവതരിച്ച് പാലാഴി മഥനം ചെയ്യാൻ നിർദ്ദേശം കൊടുത്തു. അതുപ്രകാരം അതിഗംഭീരമായ മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി ദേവാസുരന്മാർ ആ പാലാഴി മഥനം തുടങ്ങിയ രംഗത്തിൽ കൂർമാവതാരമായി ഭഗവാൻ ആ മന്ധരത്തെ ഉദ്ധരിച്ചു. അജിതൻ എന്ന പേരിൽ ഭഗവാൻ ആ മന്ധരത്തെ കടയാൻ ദേവന്മാരെ സഹായിച്ചു. ഒടുവിൽ അതിൽ നിന്ന് വന്നതായ ഘോരമായ ഉഗ്രവിഷം ലോകതന്മയ്ക്കു വേണ്ടി സാക്ഷാൽ ശ്രീപരമേശ്വരൻ സേവിച്ചപ്പോൾ നീലകണ്ഠനായ ആ മഹാദേവൻ്റെ കാരുണ്യത്തെ ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടിയപ്പോൾ അവിടെയും ഭഗവാന്റെ കാരുണ്യം ഭംഗിയായി അനുഭവിച്ചു ദേവന്മാർ. പിന്നീട് പാലാഴിയിൽ നിന്നുണ്ടായതായ ദിവ്യവസ്തുക്കളെ എല്ലാം പങ്കിട്ടെടുത്ത ദേവാസുരന്മാർ ലക്ഷ്മീദേവി ഭഗവാനെ സ്വയം വരിച്ചതായ രംഗത്തിൽ വാരുണി നൽകിയ ആ മദ്യം സേവിച്ച് സ്വബോധം നഷ്ടപ്പെട്ട അസുരന്മാർ ധന്വന്തരീമൂർത്തിയുടെ കയ്യിൽ നിന്നും അമൃതകലശത്തെ തട്ടിയെടുത്തപ്പോൾ സാക്ഷാൽ മോഹിനിയായി ഭഗവാൻ ദേവന്മാർക്കു വേണ്ടി വീണ്ടും ഒരവതാരത്തെ എടുത്തു. അങ്ങനെ ഹരിസ്മൃതി, സർവവിധത്തിലും ഹരിസ്മൃതി കൊണ്ട് ആ ദേവന്മാർക്ക് എപ്പോൾ ഏത് വേഷത്തിൽ ഏത് രൂപത്തിൽ എവിടെ സഹായം ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഭഗവാൻ അവതാരം ചെയ്തു എന്ന് വർണ്ണിക്കുന്ന പാലാഴിമഥന ചരിതം. ഒടുവിൽ മോഹിനിയായി ദേവന്മാർക്ക് അമൃതനെ വിളമ്പിക്കൊടുത്തു. അസുരന്മാരുമായിട്ടുണ്ടായ യുദ്ധം, ആ യുദ്ധത്തിലും കാലനീമി എന്ന അസുരനെ ഇവർക്ക് ആർക്കും വധിക്കാൻ സാധിക്കണില്ല എന്ന് കണ്ടപ്പോൾ ഹരിസ്മൃതി, അവിടെയും ആ ഹരിസ്മൃതി ഇന്ദ്രന് അനുകൂലമായിട്ട് അനുഗ്രഹമായിട്ട് വന്നു. ഭഗവാൻ ഗരുഡാരൂഢനായി വന്ന് കാലനേമിയെ വധിച്ചു. പാലാഴി തീരത്ത് ഭഗവാൻ സ്വീകരിച്ച മോഹിനീഭാവത്തെ കേട്ട് മഹാദേവൻ പാർവതിയോടൊപ്പം ചെല്ലുന്നതും ഒടുവിൽ ആ മോഹിനീ വേഷത്തിൽ മഹാദേവൻ മാത്രമല്ല ത്രിപുരസുന്ദരിയായ പാർവതി പോലും മയങ്ങിപ്പോയതുമായ ശങ്കരമോഹനം തുടങ്ങിയ പ്രകരണങ്ങളെ കൂടി വർണ്ണിക്കുമ്പോൾ പാലാഴിമഥന ശേഷം നടന്ന ആ ഒരു മഹായുദ്ധം, ദേവാസുര മഹായുദ്ധം, ആ യുദ്ധത്തിൽ അസുരന്മാർ മുഴുവൻ മരിക്കുക. അസുരന്മാർ മുഴുവൻ മരിച്ചുപോയ അസുരന്മാരെ മുഴുവൻ ജീവിപ്പിക്കാൻ ഭഗവാൻ ശുക്രാചാര്യർക്ക് നിർദ്ദേശം നൽകി. ശുക്രാചാര്യർ അസുരന്മാരെ മുഴുവൻ വീണ്ടും ജീവിപ്പിച്ചപ്പോൾ നമ്മളെയൊക്കെ വധിച്ച ഇന്ദ്രാദികളോട് പ്രതികാരം ചെയ്യണം എന്നും പറഞ്ഞ് വീണ്ടും ജീവൻ കിട്ടിയ അസുരന്മാർ ആയുധം എടുത്ത് പുറപ്പെട്ടപ്പോൾ മഹാബലി അവരെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു,
നമ്മൾ ഈ സമയത്ത് അസുരന്മാരോട് ദേവന്മാരോട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പരാജയപ്പെടും. കാരണം എന്താ അറിയോ? കാലം, ഭഗവാൻ ഇപ്പോൾ ദേവന്മാർക്ക് അനുകൂലമായി നിൽക്കുന്ന സമയം. പക്ഷേ കാലം അത് ചുറ്റി വരുന്നൊരു സാധനമല്ലേ, കാലം അത് തിരിഞ്ഞു വരുന്നൊരു സാധനമല്ലേ. ഒരു സംശയവും വേണ്ട, നമ്മൾ ആ കാലസ്വരൂപിയായ കാലചക്രപാണിയായ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാലം നമുക്ക് അനുകൂലമായിട്ട് വരും. ഇപ്പോൾ ദേവന്മാരുടെ ഇടയിൽ നിൽക്കുന്ന ഭഗവാനില്ലേ, നമുക്ക് അനുകൂലമായിട്ട് വരുന്നൊരു കാലം അതുണ്ടാക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പരാജിതോപി നാഖിദ്യൽ ലോകതത്വവിചക്ഷണ, പ്രപഞ്ചത്തിൻ്റെ ലോകത്തിൻ്റെ പരമതത്വത്തെ അറിയുന്ന മഹാബലി അന്ന് തുടങ്ങിയ കാത്തിരിപ്പാണത്രേ. തൻ്റെ ഗുരുനാഥനായ ശുക്രാചാര്യർ ഉപദേശിച്ചു തരുന്ന മന്ത്രങ്ങളിൽ കൂടിയിട്ടും യജ്ഞങ്ങളിൽ കൂടിയിട്ടും ആ ലോകനാഥനായ ഭഗവാനെ മഹാബലി നർമ്മദാ നദീ തീരത്ത് വച്ച് ഭംഗിയായിട്ട് ആരാധിച്ചു. അങ്ങനെ ആരാധിച്ച മഹാബലിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, കാലം അതെനിക്ക് അനുകൂലമായിട്ട് തീരണമേ. ആ കാലചക്രസ്വരൂപിയായ ഭഗവാൻ മഹാബലിക്ക് അനുകൂലമായി അനുഗ്രഹവുമായി വന്നു ചേരുന്ന രംഗമാണ് അതിഥീപുത്രനായി വാമനമൂർത്തിയായി അവതരിക്കുന്ന രംഗം. മഹാബലിക്ക് സകല ഐശ്വര്യങ്ങളും വന്നു ചേരാൻ തുടങ്ങി. ശുക്രാചാര്യരാണെങ്കിലോ തൻ്റെ ശിഷ്യന് സർവ്വവിധത്തിലും പലവിധത്തിലുള്ള ആയുധങ്ങളും അമ്പൊടുങ്ങാത്ത ആവനാഴിയും വാടാത്ത വനമാലയും മനസ്സിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന രഥവും ഒക്കെ നൽകി യാഗത്തിൽ കൂടിയിട്ട് ഏകദേശം ഇപ്പോൾ മഹാബലിയെ കണ്ടാൽ ദേവേന്ദ്രനാണോ എന്നൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ ദേവമാതാവായ അതിഥിക്ക് ടെൻഷൻ തുടങ്ങി. തൻ്റെ മകൻ നേരെയാവാത്തതിൻ്റെ ടെൻഷനല്ല, വേറൊരാളുടെ മകൻ നേരെയാവണതിൻ്റെ ടെൻഷനാണ്. ഭർത്താവായ കശ്യപ പ്രജാപതിയെ നന്നായി ശുശ്രൂഷിച്ചു. കശ്യപ പ്രജാപതിക്ക് മുൻപൊരബദ്ധം പറ്റിയത് കൊണ്ട് ഇപ്പോൾ ഭാര്യ വല്ലാണ്ട് ശുശ്രൂഷിക്കാൻ തുടങ്ങിയാലും പേടിയാണ്. ഏതായാലും ഇവിടെ അതിഥിയോട് ചോദിച്ചു, നിനക്കിപ്പോൾ എന്താ ഉദ്ദേശം? കാരണം ദിതി എന്ന് പറഞ്ഞിട്ടൊരു ഭാര്യ ഇന്നലെ ഷുഗർ ഉണ്ടെങ്കിലും പഞ്ചസാരയിട്ട ചായ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അറിയാണ്ട് ചോദിച്ചതാ, നിനക്കെന്താ വേണ്ടത്? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മകനെ കൊല്ലാൻ പറ്റുന്നൊരു പുത്രനുണ്ടാവണം. അതിന് ശേഷമാണ് കശ്യപന് കുറച്ചൊരു ടെൻഷൻ. ഭാര്യ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു, നിനക്കെന്താ വിഷമം? അപ്പോൾ പറഞ്ഞു, എനിക്ക് മഹാബലിയെ കൊല്ലണമെന്നൊന്നും വിചാരില്ല. എൻ്റെ മകന് മഹാബലി ഒരു ഭീഷണിയാവരുത്. അതിനെന്താ വഴി? ഭഗവാനെ ആശ്രയിക്കൂ. പയോവ്രതത്തിൽ കൂടി പാലാഴിനാഥനായ ഭഗവാനെ ആശ്രയിക്കാനുള്ള ഉപദേശം കൊടുത്തു. അങ്ങനെ കേവലം 10-12 ദിവസങ്ങളെ കൊണ്ട് അതിഥീമാതാവിൻ്റെ മുൻപിൽ ശംഖചക്ര ഗദാധാരിയായി ഭഗവാൻ അവതരിച്ചപ്പോൾ ആ അതിഥീമാതാവ് ഭഗവാനെ വീണ് നമസ്കരിച്ചു എന്നാണ് അല്ലേ. സ്വതവേ സ്ത്രീകൾക്ക് പഞ്ചാംഗ നമസ്കാരം, പുരുഷന്മാർക്ക് സാഷ്ടാംഗ നമസ്കാരം എന്നൊക്കെ പറയുമെങ്കിലും ഇവിടിപ്പോൾ അതിഥീമാതാവ് ഭഗവാനെ കണ്ടപ്പോൾ എങ്ങനെയാണ് നമസ്കരിച്ചതെന്ന് അതിഥീമാതാവിനറിയില്ല. ഭാഗവതം പറയണത് വീണ് നമസ്കരിച്ചു എന്നാണ്. കാരണം ഈ പറഞ്ഞ നിയമങ്ങളും നിയമാവലികളും ഒക്കെ ഭഗവാന്റെ മുൻപിലേക്ക് എത്തണതുവരെ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇതൊന്നുമില്ല. ഏതായാലും യജ്ഞസ്വരൂപനായ ഭഗവാനെ ആ ദേവമാതാവ് ഭംഗിയായി സ്തുതിച്ചു. എൻ്റെ ആഗ്രഹം ഇതാണ് എന്നൊന്നും ആ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചില്ല. ഭഗവാൻ പറഞ്ഞു, എനിക്കറിയാലോ അമ്മയുടെ ആഗ്രഹം എന്താണെന്ന്, ഞാൻ സാധിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ആ അതിഥീഗർഭത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. ചിങ്ങമാസത്തിൽ തിരുവോണം നാളിൽ ഭഗവാൻ ശംഖചക്ര ഗദാധാരിയായി അവതാരം ചെയ്തു. ബഭൂവതേനൈവ സവാമനോ വട്ടു. ശംഖചക്ര ഗദാധാരിയായി അവതരിച്ചുവെങ്കിലും എല്ലാവരെയും അനുഗ്രഹിച്ച് ഞാൻ ഇന്ന ആളാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഒരു വാമനമൂർത്തിയായിട്ട്, ഒരു ബ്രഹ്മചാരിയായിട്ട് അവിടെ വേഷം ധരിച്ചു. അപ്പോൾ ബ്രഹ്മചാരി എന്ന് പറയണമെങ്കിൽ ചില ആശ്രമ ചിഹ്നങ്ങളൊക്കെ വേണമല്ലോ. ദണ്ഡ്, കമണ്ഡലു, ഉപവീതം, കൃഷ്ണാജിനം, ഇതിനെയൊക്കെ പ്രസിദ്ധന്മാരായ ദേവീദേവന്മാർ ആ വാമനമൂർത്തിക്കായിട്ട് നൽകി. കയ്യിൽ ഭിക്ഷാപാത്രവും എടുത്ത്
ഭഗവാൻ വാമനമൂർത്തി ഭവതി ഭിക്ഷാം ദേഹി ഭവതി ഭിക്ഷാം ദേഹി എന്ന് ഭിക്ഷ ചോദിച്ച് നിൽക്കുക. അപ്പം ഭിക്ഷ കൊടുക്കേണ്ടത് ആരാ? നല്ല ഒരു കുടുംബിനി, ഒരു ഗൃഹസ്ഥയായിട്ടുള്ള ആൾ. അങ്ങനെ ഭഗവാന്റെ പാത്രത്തിലേക്ക് ഭിക്ഷ കൊടുക്കാൻ ആരാ ഉള്ളത് നോക്കുമ്പോഴാണ് ഒരു സകുടുംബം ഇറങ്ങി വരുന്നുണ്ട്. ആര്? ശങ്കരപ്രാണവല്ലഭയായ സാക്ഷാൽ അന്നപൂർണേശ്വരി പാർവതീദേവി തന്നെ വന്ന് ആ ഭഗവാന്റെ പാത്രത്തിലേക്ക് ഭിക്ഷ നൽകി. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ മഹാബലി നടത്തുന്നതായ യാഗശാലയിലേക്ക് അനേകം ഋഷിമാരുടെ ഒപ്പം പുറപ്പെടുന്ന രംഗം. ഭാരേണകാം സന്നമയൻ പദേ പദേ. ഓരോ പാദം എടുത്തു വയ്ക്കുന്ന സമയത്തും ഭൂമിദേവി അല്പമൊന്ന് വിഷമിച്ചു അത്രേ. എന്ത്? ഭഗവാനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട്. ചെറിയ കനൊന്നുമല്ല. അപ്പം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭാവവും തൻ്റെ ഉള്ളിലേക്ക് ഒതുക്കിയിട്ട് പോയി എന്നാ. അവിടെ എത്തിയിട്ട് അങ്ങ് വലുതായാൽ മതി. അങ്ങനെ വരുന്നതായ ആ ഭഗവാനെ കണ്ടപ്പോൾ അനേകം ഋഷീശ്വരന്മാരുടെ നടുവിലായിട്ട് വരുന്ന ബ്രഹ്മചാരിയായ ഭഗവാനെ കണ്ടപ്പോൾ വ്യചക്ഷതാരാദുദിതം യഥാരവിം. എപ്രകാരമാണോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നക്ഷത്രങ്ങളൊക്കെ അപ്രസക്തമാവുന്നത്, അതേ ഭാവത്തിൽ ചുറ്റുമുള്ള ഋഷീശ്വരന്മാരൊക്കെ കെങ്കേമന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈ വാമനമൂർത്തിയുടെ തേജസ് കണ്ടപ്പോൾ എല്ലാവരും ആ ഭഗവാനെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. യജ്ഞകവാടത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് വന്നു നിൽക്കുന്ന ആ ബ്രഹ്മചാരിയെ കണ്ടതും സനൽകുമാരോ സനൽകുമാരന്മാരിൽ ഒരാളാണോ? അല്ല സൂര്യദേവൻ തന്നെയാണോ? അല്ല വല്ല യോഗീശ്വരന്മാരുമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാബലി ഓടി വന്ന് അകത്തേക്ക് സ്വാഗതം ചെയ്തു. കൂട്ടിക്കൊണ്ടുപോയി. വന്ന ഉടനെ തന്നെ എന്തിനാ വന്നതെന്നൊന്നും ചോദിച്ചില്ല. പിന്നെയോ അതിന് ചില മര്യാദകളൊക്കെ ഉണ്ടല്ലോ. പാദപൂജ ചെയ്യാനായിട്ട് സിംഹാസനത്തിനടുത്ത് അവിടെ നിർത്തി. പറഞ്ഞു, സിംഹാസനത്തിലിരിക്കാം, ഞാനൊന്ന് പാദം അഭിഷേകം ചെയ്യട്ടെ. ഇരിക്കണമെങ്കിൽ ഇത് കുറച്ച് ഉയരധികമുണ്ട് സിംഹാസനം. മഹാബലി എടുത്ത് ആ സിംഹാസനത്തിലവിടെ ഇരുത്തി പാദത്തെ സ്വർണ്ണത്താമ്പാളത്തിലേക്ക് എടുത്തു വെച്ച് പുഷ്പാക്ഷതങ്ങളൊക്കെ വേണ്ടതുപോലെ അർച്ചിച്ച് ഗംഭീരമായിട്ട് ആ ഭഗവാന്റെ പാദപത്മത്തെ അഭിഷേകം ചെയ്തു. ആ പാദത്തിനടിയിലേക്ക് തൻ്റെ കൈ കൊണ്ടുപോയിട്ട് ഭഗവാന്റെ പാദതീർത്ഥത്തെ മഹാബലി തൻ്റെ ശിരസിൽ ധരിച്ചപ്പോൾ മഹാബലിക്ക് അറിഞ്ഞില്ല എന്ന യൽ ദേവദേവോ ഗിരീശചന്ദ്രമൗലി ദധാരമൂർധ്ന പരയാച ഭക്തിയാ. യാതൊരു ഭഗവത്പാദതീർത്ഥത്തെ ശിരസിൽ ധരിച്ചപ്പോഴാണോ ശിവോ ഭൂൽ, സാക്ഷാൽ മഹാദേവൻ ശിവനായിട്ട് മംഗളമൂർത്തിയായിട്ട് തീർന്നത്. മഹാദേവനെ പോലും അനുഗ്രഹിക്കുന്നതായ ആ ഹരിപാദ തീർത്ഥമാണ് താൻ ശിരസിൽ ധരിച്ചത് എന്ന് മഹാബലി അറിഞ്ഞില്ല. കഴിഞ്ഞ് സ്വാഗതം ചെയ്തു. ഉണ്ണി, ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു സുദിനമാണ്. എൻ്റെ ഈ യജ്ഞശാലയിലേക്ക് അങ്ങയെപ്പോലെ ഒരു ബ്രഹ്മചാരി കയറി വന്നത് എനിക്ക് എത്ര സന്തോഷമായി എന്നറിയോ? അദ്യന പിതരസ്തൃപ്ത അദ്യന പാവിതം കുലം. എൻ്റെ പിതൃക്കളൊക്കെ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. അങ്ങയെപ്പോലെ ഒരു ബ്രഹ്മചാരി ഇങ്ങോട്ട് കയറി വന്നതോടെ എൻ്റെ പൂർവികന്മാർക്കൊക്കെ ഇപ്പോൾ എത്ര സന്തോഷമായിട്ടുണ്ടാവും എന്ന് മഹാബലി പറയുമ്പോൾ സിംഹാസനത്തിൽ തലതാഴ്ത്തിയിരിക്കുന്ന ഭഗവാൻ ഉള്ളിൽ ഒന്ന് ചിരിച്ചു. എന്താച്ചാൽ മഹാബലി 21 തലമുറ മുമ്പ് കഴിഞ്ഞവർക്കും അങ്ങടയ്ക്കും 21 തലമുറ വരുന്നവർക്കുള്ള മോക്ഷത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ മുമ്പേ പ്രഹ്ലാദൻ എന്ന് പറയുന്ന മുത്തശ്ശന് കൊടുത്തതാണ്. അതുകൊണ്ട് പൂർവികന്മാർ സന്തോഷിച്ചു എന്നൊന്നും എന്നോടിപ്പോൾ അങ്ങ് പറയണ്ട. അവരെ സന്തോഷിപ്പിക്കൽ ഞാൻ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അദ്യന പാവിതം കുലം. അങ്ങ് കയറി വന്നതോടു കൂടിയിട്ട് എൻ്റെ ഈ അസുരകുലം, എൻ്റെ കുലം ധന്യമായി. അപ്പോഴും വാമനമൂർത്തി ഉള്ളിലൊന്ന് ചിരിച്ചു. അതിപ്പോൾ നിൻ്റെ കേമത്തം മാത്രമൊന്നുമല്ല, മുത്തശ്ശനായിട്ടുള്ള പ്രഹ്ലാദൻ ആ പരമഭാഗവതൻ ജനിച്ചതോടുകൂടി തന്നെ അസുരകുലത്തിൻ്റെ മാഹാത്മ്യം കൂടിയിട്ടുണ്ട്. ഞാൻ നടത്തുന്ന യാഗവും ഇവിടെ സഫലമായിരിക്കുന്നു എന്നൊക്കെ നല്ല നല്ല വാക്കുകളെ പറഞ്ഞ് ആ ഉണ്ണിയെ സന്തോഷിപ്പിച്ച്
ചോദിച്ചു, യദ്യദ്വടോ വാഞ്ചസി തൽ പ്രതീക്ഷമേ. പറയൂ, നീ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്തു വേണമെങ്കിലും ഞാൻ തരാം. എന്തു വേണമെങ്കിലും തരാൻ പറ്റുന്ന ആളാണോ? അതെ, എന്തു വേണമെങ്കിലും തരാം. ലോകാനാം ഏകമീശ്വരം. അങ്ങനെ എന്തും തരാൻ കഴിയുന്ന ഒരാളെ ഈ ലോകത്തുള്ളൂ. അതാരാ? ഈശ്വരനാ. അങ്ങ് ഈശ്വരനാണോ എന്ന് ചോദിച്ച ഭാവത്തിൽ മഹാബലി കൈയിങ്ങനെ വച്ചിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഞാനാണ് ലോകത്തിന് മുഴുവൻ ഈശ്വരൻ എന്ന് മഹാബലി പറഞ്ഞപ്പോൾ അതുവരെ തലതാത്തിയിരുന്ന ഭഗവാൻ തല അപ്പോൾ എന്നോ ഉയർത്തി ചിരിച്ചു അത്രേ. എന്നാൽ പിന്നെ അതിപ്പോൾ ഒരു തീരുമാനമാക്കാം, ആരാ ഈശ്വരൻ എന്നുള്ള കാര്യത്തിൽ. മഹാബലി, അങ്ങ് എന്തും സമർപ്പിക്കാനുള്ള ഈ ഒരു സ്വഭാവം അങ്ങയ്ക്ക് വന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങയുടെ പൂർവികന്മാരൊക്കെ കെങ്കേമന്മാരായിട്ടുള്ള ആൾക്കാരാണ്. എനിക്കിപ്പോൾ വേണ്ടത് ഒരു 3 അടി മണ്ണ്. എനിക്ക് ചെറിയ ശരീരമല്ലേ, ഉള്ള സ്ഥലത്ത് ഒന്നിരുന്ന് ധ്യാനിക്കണം എന്ന് വെച്ചാൽ അതെ ഇതെൻ്റെ സീറ്റാ എന്ന് വേറെ ആൾ വന്ന് പറയരുതല്ലോ. അതിനു വേണ്ടിയിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു 3 അടി മണ്ണ്. ഇത് കേട്ടതും മഹാബലി പൊട്ടിച്ചിരിച്ചു. അല്ലെങ്കിലേ നിനക്ക് കുറച്ച് ഉയരം കുറവാണ്, നിൻ്റെ ബുദ്ധിക്ക് അത്രയും ഉയരമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്തും തരാൻ കഴിവുള്ള എൻ്റെ മുൻപിൽ വന്നിട്ട് 3 അടി മണ്ണ് ചോദിക്കുക, കഷ്ടം. 3 അടി മണ്ണ് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ നാണക്കേട് എനിക്ക്. നീ നാളെ നാട്ടിൽ മുഴുവൻ പറയും മഹാബലിയോട് ചോദിച്ചിട്ട് 3 അടി മണ്ണ് തന്നുവെന്ന്. 3 അടി മണ്ണേ കൊടുത്തിട്ടുള്ളൂ എന്ന് നാട്ടുകാരെന്നെക്കുറിച്ച് പരാതി പറയേണ്ട, അതുകൊണ്ട് മാറ്റി ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ത്രിഭിക്രമേ രസന്തുഷ്ടോ ദീപേനാപി ന പൂര്യത്തെ. 3 അടി മണ്ണ് കൊണ്ട് എനിക്ക് സന്തോഷമാവണില്ലെങ്കിൽ എത്ര കിട്ടിയാൽ മതിയാവും? ദരിദ്രോയസ്ത്വ അസന്തുഷ്ട. എത്ര കിട്ടിയാലും മതി വരാത്ത ആൾക്ക് എന്ത് കൊടുത്തിട്ട് സന്തോഷിപ്പിക്കാൻ പറ്റും? അതുകൊണ്ട് എനിക്ക് 3 അടി മണ്ണ് മതി. ഇത് കേട്ടപ്പോൾ മഹാബലിക്ക് തോന്നി, വന്നിരിക്കുന്ന ആൾ ചില്ലറക്കാരനല്ല, ഇവൻ പറയണതും സത്യം തന്നെയാണ്. ഏതായാലും ദാനം ചെയ്യാൻ മഹാബലി അങ്ങനെ പുറപ്പെടുന്നതായ സമയം ഒരാൾ ദൂരത്ത് നിന്ന് ഇതിങ്ങനെ നോക്കുന്നുണ്ട്. ആ ഉണ്ണിയുടെ തേജസ്സും വരവും കള്ളനോട്ടവും ചിരിയും ഒക്കെ കൂടി കണ്ടപ്പോഴേ ശുക്രാചാര്യർക്ക് സംശയം തുടങ്ങിയിട്ടുണ്ട്. പീഠത്തിൻ്റെ മുകളിൽ പിണച്ചു വെച്ചിരിക്കുന്നതായ ആ പാദത്തിലേക്ക് ശുക്രാചാര്യരൊരു നോട്ടം നോക്കിയപ്പോൾ ആളെ പിടികിട്ടി. പാദത്തിൻ്റെ ആ ഭഗവാന്റെ പാദത്തിൽ വജ്രം അങ്കുശം തുടങ്ങിയിട്ടുള്ളതായ പാദചിഹ്നങ്ങൾ കണ്ടപ്പോൾ ഇത് സാക്ഷാൽ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി ഓടിച്ചെന്ന് മഹാബലിയോട് പറഞ്ഞു, ഏഷ വൈരോചനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുരവ്യയ. ഹേ മഹാബലേ, ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ദേവാനാം കാര്യസാധക, ദേവന്മാരുടെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രനായി വന്നിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നിൻ്റെ മുൻപിൽ ഈ കാണുന്ന രൂപമൊന്നും ആവില്ല. നീ ഇപ്പോൾ ദാനം ചെയ്തു എന്ന് വിചാരിക്കുക, ഈ ശരീരം അങ്ങ് വളരും. സകലതും ശരീരം കൊണ്ടും 2 അടി കൊണ്ടും വളർന്നെടുത്താൽ പിന്നെ നിനക്ക് കൊടുക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് വെച്ചോളൂ. അയ്യോ, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞുവല്ലോ, ഇനി കൊടുക്കാണ്ടിരുന്നാൽ പറഞ്ഞ വാക്ക് കളവാവില്ലേ? കളവ് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് ചെയ്താൽ മതി? പ്രണവം ജപിച്ചാൽ മതി. ഇനി ചില സന്ദർഭങ്ങളിൽ കളവ് പറയണതിലും തെറ്റില്ല. സ്ത്രീകളോട് പൂർണ്ണമായ സത്യം പറയണമെന്നില്ല. വിവാഹം നടക്കണില്ലെങ്കിൽ ചെറിയൊരു കളവ് പറഞ്ഞിട്ട് നടക്കണുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പ്രാണസങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സജ്ജനങ്ങളെയും പശുക്കളെയും കൊല്ലുമ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ഒക്കെ കളവ് പറയണതിൽ തെറ്റില്ല എന്ന് മഹാബലി പറഞ്ഞു. മഹാബലിയോട് ശുക്രാചാര്യർ പറഞ്ഞു. ഇത്രയൊക്കെ ശുക്രാചാര്യർ ചെയ്തു, എന്നിട്ടും മഹാബലി സത്യാൻ ന ചലിതോ മഹാൻ. ഇതുവരെ ബലിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനിയാണ് മഹാബലിയായി മാറണത്. തൻ്റെ ഗുരുനാഥൻ തടഞ്ഞിട്ടും ഭഗവാനെ സമർപ്പിക്കാൻ തയ്യാറായി മഹാബലി. ശുക്രാചാര്യരോട് പറഞ്ഞു, ഗുരുനാഥ, എനിക്ക് കളവ് പറയാൻ പേടിയുണ്ടായിട്ടൊന്നുമല്ല,
മഹാബലി കളവ് പറഞ്ഞു എന്ന് ലോകം പറഞ്ഞാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നരകത്തിൽ പോവാനും എനിക്ക് പേടിയില്ല. പക്ഷേ എൻ്റെ മുത്തശ്ശനായ പ്രഹ്ലാദൻ സത്യം വിധാതും നിജഭൃത്യഭാഷിതം, ഈ തൂണിലുണ്ട് എൻ്റെ മഹാവിഷ്ണു എന്ന് പറയുമ്പോഴേക്കും ആ പ്രഹ്ലാദൻ്റെ വാക്കിനെ സത്യമാക്കാൻ അത്യദ്ഭുത നരസിംഹമായിട്ട് ഭഗവാൻ വന്ന് പ്രഹ്ലാദനെ മടിയിലിരുത്തി ഭക്ത ലോകചക്രവർത്തിയായിട്ട് അനുഗ്രഹിച്ചു. ആ പരമസത്യം മാത്രം പറയുന്ന സത്യസ്വരൂപനായ ഭഗവാനെ സാക്ഷാത്കരിച്ച പ്രഹ്ലാദൻ്റെ പേരക്കുട്ടി കളവ് പറഞ്ഞാൽ അത് ആ മുത്തശ്ശനോട് ചെയ്യുന്ന ഒരു അനീതിയായിത്തീരും. അതുകൊണ്ട് നരകത്തിൽ പോവാനും എനിക്ക് ഭയമില്ല, ഞാൻ കളവ് പറയില്ല എന്നുള്ളതായ ആ ഒരു മഹാബലിയുടെ വാക്ക് കേട്ടപ്പോൾ ഉള്ളുകൊണ്ട് ശുക്രാചാര്യർ സന്തോഷിച്ചു. ഏതായാലും എന്തിനാ ശുക്രാചാര്യർ ഇങ്ങനെ തടഞ്ഞത്? നമുക്ക് തടഞ്ഞു എന്നൊക്കെ തോന്നുന്നതാണ്, ശരിക്കും തടയല്ല. പിന്നെയോ പാത്രമറിഞ്ഞു വേണം ദാനം എന്ന് പറയല്ലോ. ഈ വന്നിരിക്കുന്ന ആൾ എല്ലാ തരത്തിലും നൽകേണ്ടവൻ തന്നെയാണ്, എല്ലാം സമർപ്പിക്കേണ്ടവൻ തന്നെയാണ് അല്ലേ? ചെയ്യുന്നതെല്ലാം നാരായണായേതി സമർപ്പയാമി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതുപോലെ സമർപ്പിക്കാൻ പാത്രമായിരിക്കുന്ന ഭഗവാനാണ് വന്നത് എന്ന് കാട്ടിക്കൊടുത്തു മഹാബലിക്ക്. സർവ്വവിധത്തിലും ആ വിന്ധ്യാവലി തഥാഗത്തി, ആ വിന്ധ്യാവലി തൊട്ടരികിൽ നിൽക്കുന്നുണ്ട്. കയ്യിൽ ആ ഉദകദാനത്തിലുള്ള കമണ്ഡലൂലുള്ള വെള്ളവും കൊണ്ടാണ് ധർമ്മപത്നിയായ വിന്ധ്യാവലി നിൽക്കുന്നത്. ഭാര്യയിൽ നിന്നും ആ കമണ്ഡലം എടുത്ത് ഉദകദാനം ഭഗവാന് നൽകി. അടുത്ത നിമിഷം ഭഗവാന്റെ രൂപം അവിടെ വർദ്ധിച്ചു. തൽവാമനം രൂപമവർദ്ധദാദ്ഭുതം ഹരേരണന്തസ്യ ഗുണത്രയാത്മകം. ഏകദേശം എത്ര വളർന്നിട്ടുണ്ടാവും പരീക്ഷിത്തെ? അതിനിപ്പോൾ ഒരളവ് പറയുകയാണെങ്കിൽ ഭഗവാന്റെ മഹിമകൾ ഏകദേശം ഇപ്പം എത്ര കാലമായി പാടാൻ തുടങ്ങിയിട്ട്, ഏകദേശം പാടിയിട്ട് ഇപ്പം എത്രയായിട്ടുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇനിയും എത്രയോ പാടാൻ ബാക്കിയുണ്ട്, ഇനിയും എത്രയോ കേൾക്കാൻ ബാക്കിയുണ്ട് എന്ന ഭാവത്തിൽ ഭക്തന്മാർ ഭഗവാന്റെ മഹിമകൾ ഇത്രയുമല്ലല്ലോ എന്ന ഭാവത്തിൽ കേൾക്കുന്നത് പോലെ എത്രയൊക്കെ ഭഗവാൻ വളർന്നു അതിനേക്കാൾ പിന്നെയും വളർന്നു എന്ന് നമ്മൾ വിചാരിക്കുക. ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ആകാശത്തെ മുഴുവൻ ശരീരം കൊണ്ട് അളന്നെടുത്ത് ഒരടി കൊണ്ട് താഴേക്കുള്ള പാതാളം വരെയുള്ള ലോകങ്ങളെ അളന്ന് ത്രിവിക്രമനായിട്ട് തൻ്റെ തൃപ്പാദത്തെ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ 7 ലോകങ്ങളും കഴിഞ്ഞ് ബ്രഹ്മാണ്ടത്തെ ഭേദിച്ച് ഭഗവാന്റെ തൃപ്പാദം ബ്രഹ്മാവിൻ്റെ അരികിലേക്ക് അങ്ങനെ വന്നു എന്നാ. ബ്രഹ്മാവ് ഒരു ദിവസം എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്നതാ. നോക്കുമ്പോഴാണ് ഭഗവാന്റെ പാതാരവിന്ദം തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്ന കാഴ്ച. ഈ ബ്രഹ്മാവിൻ്റെ ധ്യാന ശ്ലോകത്തിൽ നമുക്ക് കാണാം, കയ്യിൽ ഒരു പാത്രത്തിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും അത്രേ. ബ്രഹ്മാവിൻ്റെ കയ്യിൽ ഒരു കിണ്ടിയിൽ എപ്പോഴും വെള്ളം കൊണ്ടാണ് നടക്കുക. എന്തിനാ ഇയാൾക്ക് എപ്പോഴും വെള്ളം? എന്തിനാ? കുടിക്കാനല്ല. എന്തിനാ ബ്രഹ്മാവിന് എപ്പോഴും വെള്ളം എന്നറിയോ? പണ്ടൊരിക്കൽ ബ്രഹ്മാവിനൊരു മോഹം ഉണ്ടായി, താനിരിക്കുന്ന താമരയുടെ അറ്റം ഒന്ന് അന്വേഷിക്കാം. എത്രയോ കാലം അന്വേഷിച്ചിട്ടും അതിനറ്റം കാണാണ്ട് വന്നപ്പോൾ തിരിച്ചു വന്ന് തപസ് ചെയ്ത് പത്മനാഭനെ കണ്ടു. ഈ ഭഗവാന്റെ നാഭീകമലത്തിലാണ് താൻ ഇരിക്കണത് എന്ന് ബോധ്യമായി. അന്ന് മുതൽ ബ്രഹ്മാവിന് വേറൊരു മോഹം. എന്താ അറിയോ? ഭഗവാന്റെ പാതാരവിന്ദം ഒന്ന് കാണണം. ഭഗവാന്റെ പാതാരവിന്ദം ഒന്ന് കാണണം. ഭഗവാന്റെ നാഭീകമലത്തിലെ ആ താമരയുടെ അറ്റം കാണാൻ പറ്റാത്ത തനിക്ക് ഭഗവാന്റെ പാദം എപ്പോഴാണ് കാണാൻ സാധിക്കുക? അറിയില്ല. എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുമല്ലോ, സാധിക്കണമല്ലോ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ബ്രഹ്മാവ്. അപ്പോൾ എപ്പോഴെങ്കിലും ഭഗവാന്റെ പാതാരവിന്ദം പെട്ടെന്ന് മുമ്പിൽ കണ്ടാൽ അയ്യോ കിണ്ടിയില്ലല്ലോ, വെള്ളമില്ലല്ലോ എന്ന് തപ്പാൻ സമയം കൊടുക്കണ്ട. അതുകൊണ്ട് എപ്പോഴും ഒരു പാത്രത്തിൽ വെള്ളം കണ്ട അങ്ങൊഴിക്കുക, അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. അപ്പോഴാണ് ഇത്രകാലം താൻ അന്വേഷിച്ചിട്ട് കാണാത്ത ഭഗവാന്റെ പാദം അന്വേഷണീയ ചരണവും തന്നെ അന്വേഷിച്ച് തൻ്റെ അടുത്തേക്ക് വരണതായ കാഴ്ച കണ്ടതും ബ്രഹ്മാവ് വേദമന്ത്രങ്ങളെ ചൊല്ലിക്കൊണ്ട് ആ ഭഗവാന്റെ പാദത്തെ അങ്ങനെ അഭിഷേകം ചെയ്തു. അന്ന്
ഭഗവാന്റെ ശ്രീപാദപത്രത്തെ തഴുകി വന്നവളാണത്രേ പരിപാവനമായ ഗംഗയായിട്ട് ഭവച്ഛിത പ്രാരബ്ധത്തെ ഭവരോഗത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കുന്നവളായിട്ട് ഗംഗയായിട്ട് തീർന്നത് എന്ന് സജ്ജനങ്ങൾ അനുസ്മരിക്കണു ഭാഗവതവും. ഇവിടെ ലോകം മുഴുവൻ ആ ഒരു വിശ്വരൂപ വാർത്ത ജാമ്പവാനെ പോലെയുള്ള ഭക്തന്മാർ അറിയിച്ചപ്പോൾ മഹാബലിയോട് ഭഗവാൻ ചോദിച്ചു, എവിടെ മൂന്നാമത്തെ അടിക്ക് സ്ഥലം എവിടെ? മഹാബലി പറഞ്ഞു, ഉണ്ട്, മൂന്നാമത്തെ അടിക്ക് സ്ഥലമുണ്ട്. അത് ഭഗവാനും അറിയാം. എന്നാൽ പിന്നെ ഭഗവാൻ അതങ്ങ് എടുത്താൽ പോരെന്നാണെങ്കിൽ മഹാബലി പറയാതെ താൻ എടുക്കാൻ പാടില്ല. കാരണം താൻ അതിഥിയാണ് അല്ലേ? അതിഥികൾ പറയാണ്ടൊന്നും എടുക്കാൻ പാടില്ല അല്ലേ? നമ്മളിപ്പോൾ ചില വീട്ടിലൊക്കെ പോയാൽ അവർ നമ്മളോട് പറയും സ്വന്തം വീടാണ് ഒക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞാലും സ്വന്തം വീടാണെന്നങ്ങ് കരുതരുത്. അവരങ്ങനെയൊക്കെ പറയും അല്ലേ? നമ്മൾ ചായ കുടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചായയോടൊപ്പം പ്ലേറ്റിൽ മിച്ചറും ചിപ്സും ഒക്കെ കൊണ്ടുവെക്കും. അപ്പം അങ്ങനെ കൊണ്ടുപോയി വച്ചാൽ ഉടനെ തുടങ്ങരുത്, കുറച്ച് ക്ഷമിച്ചിരിക്കുക. അപ്പം അവർ പറയും എടുക്കൂ എന്ന് പറയും. എടുക്കൂ എന്ന് പറഞ്ഞാൽ അപ്പം തുടങ്ങരുത്. അപ്പം അവർക്ക് മനസ്സിലാവും നമ്മൾ കാത്തിരുന്നതാണ്. അപ്പോൾ പിന്നെയും ക്ഷമിച്ചിരിക്കുക. അപ്പോൾ അവർ കുറച്ചെങ്കിലും കഴിക്കൂ. ഇങ്ങനെ അവർ പറയുന്നതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഇനി എടുക്കാനുള്ളത് മഹാബലി പറയാതെ എടുക്കാൻ പാടില്ല താൻ. മഹാബലി പറഞ്ഞു, ഭഗവാനെ, രണ്ടടി കൊണ്ട് എൻ്റേത് എന്ന് കരുതിയ സകലതും അങ്ങ് സ്വന്താക്കി. ഇനി ഒന്നും എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. എന്താത്? ഞാൻ ചിലപ്പോൾ നാളെ അഹങ്കരിക്കും. എൻ്റേതൊക്കെ ഭഗവാന് കൊടുത്താലും ഞാൻ ചിലപ്പോൾ നാളെ അനുഗ്രഹിക്കും, അഹങ്കരിക്കും. ഞാൻ കൊടുത്തതാ. എൻ്റെ വിളക്കായിരുന്നു, ഇപ്പോൾ കത്തണ വിളക്കല്ലേ, ഞാൻ കൊടുത്തതാ. എൻ്റെ മാലയായിരുന്നു, ഇപ്പോൾ ചാർത്തിയ മാലയില്ലേ, ഞാൻ കൊടുത്തതാ എന്ന് നാളെ അഹങ്കാരം വന്നാലോ? അതുകൊണ്ട് എൻ്റേതിനെ തന്നതായ അങ്ങയ്ക്ക് ഞാനിനെ കൂടി അങ്ങ് തരാം. എന്നാലേ പരിപൂർണമായ ആത്മനിവേദനം അതാവണുള്ളൂ. നമ്മളൊരാൾക്കൊരു സാധനം കൊടുത്തു വിചാരിക്കുക, കൊടുത്തിട്ടും ഞാൻ കൊടുത്തു എന്ന് നമ്മൾ വിചാരിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴും നമ്മളതിൻ്റെ അവകാശിയാണ് എന്ന് കരുതുന്നുണ്ടെന്നാണ്. അപ്പോൾ ഭഗവാന് കൊടുക്കുമ്പോൾ അങ്ങനെയല്ല. ഭഗവാന് കൊടുക്കുമ്പോൾ പൂർണ്ണമായും ഭഗവാന് നൽകണം. അതിന് ഈ ഞാനിനെ കൂടി അങ്ങ് സ്വീകരിക്കണം. ഞാൻ എന്ന് അഹങ്കാരം തലയിലാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് പദം തൃതീയം കുരു ശീർഷ്ണിമേ നിജം, ആ പാദത്തെ എൻ്റെ ശിരസിലേക്ക് വെച്ച് അനുഗ്രഹിക്കണേ എന്ന് മഹാബലി പ്രാർത്ഥിച്ചതും ഭഗവാൻ അവിടെ മുൻപ് വന്ന അതേ രൂപത്തിൽ ചെറുതായിട്ട് തീർന്നു അല്ലേ? ആദ്യം വരുമ്പോൾ ഭഗവാൻ ചെറുതായിരുന്നു, മഹാബലി വലുതും. അപ്പോൾ മഹാബലിക്ക് തോന്നി ഞാനാ കേമൻ എന്നൊക്കെ. ഭഗവാന്റെ വലുപ്പം മനസ്സിലായപ്പോൾ, ഭഗവാന്റെ മഹത്വം മനസ്സിലായപ്പോൾ മഹാബലിക്ക് ബോധ്യമായി ഞാൻ എത്രയോ ചെറുതാണ് എന്ന്. ഭഗവാനെ തൻ്റെ ഉള്ളിലാക്കിയപ്പോൾ ആ ഭക്തൻ്റെ മുൻപിൽ ഭഗവാൻ ചെറുതായി അല്ലേ? അപ്പോൾ എല്ലാ തരത്തിലും മഹാബലിയുടെ ആ ശിരസിലേക്ക് തൻ്റെ തൃപ്പാദത്തെ വച്ചു. പ്രഹ്ലാദൻ്റെ വാക്കാണ് നമുക്കതിന് തെളിവായിട്ട് ഭാഗവതം തരുന്നത്. എന്മേർപ്പിത ശിരസി പത്മകരപ്രസാദ. ലക്ഷ്മീദേവിയുടെ ശരീരത്തിൽ ലക്ഷ്മീദേവി ഒന്ന് തലോടാൻ ആഗ്രഹിക്കുന്ന ആ തൃക്കരങ്ങളല്ലേ എൻ്റെ ശിരസിലങ്ങ് വച്ചത് എന്ന് പ്രാർത്ഥിച്ച പ്രഹ്ലാദൻ തൻ്റെ പേരക്കുട്ടിയുടെ ശിരസിലേക്ക് പാദം വെച്ചനുഗ്രഹിക്കുന്ന ഭഗവാനെ വീണ് നമസ്കരിച്ച് എന്തൊരു ഭാഗ്യമാണ് എൻ്റെ കുടുംബത്തോടങ്ങ് ചെയ്യണതെന്നൊക്കെ സ്തുതിച്ചു. ബ്രഹ്മാവ് പതുക്കെ ഭഗവാനോട് വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ കൊല്ലണ്ട, എല്ലാം തന്നില്ലേ, കൊല്ലൊന്നും വേണ്ട. വാമനമൂർത്തി ബ്രഹ്മാവിനെ നോക്കി ഒന്ന് ചിരിച്ചു എന്നാ. എൻ്റെ ബ്രഹ്മദേവ, അങ്ങ് എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്? ഞാനൊരു ഭക്തനെ, ഒരു ജീവനെ കൊല്ലൂ, അവൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെ നീക്കി ഇനി ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയാണ് അനുഗ്രഹിക്കണതെന്ന് കണ്ടോളൂ. ഇന്ദ്രസേന അടുത്ത മന്വന്തരത്തിൻ്റെ ദേവേന്ദ്ര പദവിയിലേക്ക് ഇപ്പോഴേ ആ മഹാബലിയെ ഭഗവാൻ ഇതാ തീരുമാനിച്ചു. സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം. നമ്മളൊക്കെ ഇവിടുന്ന് ദിവസവും സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടുമോ എന്ന് അന്വേഷിക്കുമ്പോൾ ദേവേന്ദ്രൻ അവിടെ ദിവസവും നോക്കുക
വെയിറ്റിംഗ് ലിസ്റ്റാണ് ദേവേന്ദ്രൻ ഇപ്പോഴും. എവിടേക്ക്? സുതലത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റിന്. അപ്പോൾ ആ സ്വർഗത്തിലുള്ള ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന സുതലത്തിലേക്ക് മഹാബലിയെ ഇതാ പറഞ്ഞയക്കുന്നു. പോരാ, അടുത്ത മന്വന്തരത്തിൻ്റെ ഇന്ദ്രനാവാൻ ഈ മഹാബലിയെ ഭഗവാൻ തീരുമാനിച്ചപ്പോൾ ഭഗവാൻ ഉത്തരവാദിത്വം കൂടി. എന്താ അറിയോ? അടുത്ത മന്വന്തരം വരെ ഒരാപത്തുമില്ലാതെ മഹാബലിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ഭഗവാനായി. അതുകൊണ്ട് ഇന്നും സുതലത്തിൽ ഭഗവാൻ ആ ഗോപുരത്തിലൊരു കാവൽക്കാരനായിട്ട് ശോഭിക്കുന്നു എന്ന് ഭാഗവതം പറയുന്നു. സർവ്വവിധത്തിലും നമ്മുടെ പിതൃക്കൾക്കൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ശ്രാദ്ധാദി ദിവസങ്ങളിലൊക്കെ പാരായണം ചെയ്താൽ വളരെ തൃപ്തിയാകുന്ന, സന്തോഷം കൊടുക്കുന്ന ഒരു ഭാഗമാണ് വാമനാവതാര ചരിതം എന്ന് ഭാഗവതത്തിൽ പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം അവിടെ സമർപ്പിക്കുന്നത്. അപ്പോൾ അഹങ്കാരം അത് എത്രയായാലും വേണ്ടാന്ന് വിചാരിച്ചാലും വിട്ടുപോവാത്തൊരു സാധന. എനിക്കങ്ങനെ ഒരു അഹങ്കാരവും ഇല്ല കേട്ടോ എന്ന് ചില അഹങ്കാരികൾ ഇടയ്ക്കിടയ്ക്ക് പറയണത് കേൾക്കാറില്ലേ? ആ അഹങ്കാരം അതുണ്ടായാലും കുഴപ്പമില്ല. ആ അഹങ്കാരം അത് തലയിൽ വരുമ്പോൾ എനിക്കിങ്ങനെ തല പൊക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ചാൽ, അഹങ്കാരവും ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിച്ചാൽ ആ അഹങ്കാരം നമുക്ക് ഒരാപത്തും തരില്ല. ഒരഹങ്കാരിയുടെ കഥ ഭാഗവതം കേട്ടുവല്ലോ, ഭാഗവതം പറഞ്ഞു തന്നുവല്ലോ. ദക്ഷൻ്റെ കഥ. അവസാനം നമശിവായ നമശിവായ എന്ന് ജപിക്കണമെന്ന് ആഗ്രഹിച്ച ദക്ഷന് തല മാറിയപ്പോഴാണത്രേ ജപിക്കണമെന്ന് തോന്നിയത്. എന്നിട്ടോ പിന്നെ ജപിച്ചു. പക്ഷെ കേൾക്കുന്നവർക്കൊക്കെ മേ 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 എന്നുള്ള കരച്ചിലാണ്. അങ്ങനെയാണത്രേ ശഞ്ചമേ മയശമേ എന്നൊക്കെ പറയണ സ്തുതികളുണ്ടായത് എന്ന് പറയണു. അപ്പം എന്ത് ചെയ്യാം? വില്ലുമംഗലം പറയണു, പ്രേമദം ചമേ കാമദം ചമേ വേദനം ചമേ ദൈവതം ചമേ ജീവനം ചമേ ജീവിതം ചമേ ദൈവതം ചമേ ദേവനാപരം. സർവവും ആ ഭഗവാനായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമാണ് അഹങ്കരിക്കാൻ പോലും എനിക്ക് ശക്തി തരുന്നത് എന്ന് ചിന്തിച്ച് അഹങ്കാരവും ഭഗവാന്റെ പാദത്തിലേക്കൊരു സമർപ്പണമായിട്ട് തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആത്മനിവേദനം എന്ന പരമഭക്തിക്ക്, പ്രഹ്ലാദൻ പോലും പാടിയ പരമഭക്തിക്ക് ഉദാഹരണമായി കരുതുന്ന ആ പരമഭക്തനായ മഹാബലിയുടെ ചരിതത്തെ ഇപ്പോൾ ഇവിടെ സമർപ്പിക്കാം. അടുത്ത പ്രഭാഷകൻ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മള്ളിയൂർ തിരുമേനിയുടെ 104-ാം ജയന്തി അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത